ഹൃദയപൂർവ്വം പോലൊരു സിനിമ മലയാളത്തിൽ ഇനി ലാലേട്ടൻ ഡിഫറൻറ്റ് റോളിൽ വന്നതാണ്. ഇങ്ങനൊരു കണ്ടന്റ് ലാലേട്ടൻ ആദ്യമായിട്ടാണ് എന്തായാലും ചെയ്യുന്നത്. ഇത് സൂപ്പർ ഹിറ്റ് അടിക്കും. ഇത് നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളം ഞെട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അതിശയിച്ചിരിക്കുകയായിരിക്കും. ഈ ലാലേട്ടനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും കേരളം തിയേറ്ററിൽ ഞെട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഫുൾ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ലാലേട്ടൻ്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. ഒരു ആക്ടർ ആവാൻ നടക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇത്രയും ബ്രില്യൻ്റായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ ലാലേട്ടൻ തന്നെയാണത് വീണ്ടും തെളിച്ചിരിക്കുകയാണ്. ഒരു വജ്രായുധമാണ് അദ്ദേഹത്തിൻ്റെ. ഒരു രക്ഷയില്ല അഭിനയം. പിന്നെ ഡയറക്ഷൻ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന പഴയകാല ഡയറക്ടർ വീണ്ടും വന്ന് ഈ ന്യൂജൻ കാലത്ത് വന്ന് ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ കൂടെ പറ്റാത്ത ഒരു തരത്തിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ മകൻ റൈറ്റിങ് രക്ഷയില്ല. BGM കിടിലം. ഇത് സൂപ്പർ ഹിറ്റ് ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. ഞാൻ ഒരു സിനിമാക്കാരൻ്റെയും ഒരു മിഠായി പോലും മേടിച്ച് റിവ്യൂ പറയാത്ത ആളാണ്. ഞാൻ സ്വന്തം പൈസയ്ക്ക് അധ്വാനിച്ച് വന്ന് തിയേറ്റർ സിനിമ കണ്ട് എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിരിക്കും. അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും. എല്ലാ സിനിമകളും കാണാറുണ്ടെങ്കിലും സുഖമായിട്ട് അവസാനിക്കുന്ന അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന സിനിമകൾ സത്യൻ അന്തിക്കാടും മോഹൻലാലും രണ്ടാമത് ഒന്നിച്ചതിൻ്റെ ആ ഒരു സന്തോഷവും ശരിക്കും ഹൃദയപൂർവ്വം. കോമഡി നർമ്മങ്ങൾ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. നർമ്മങ്ങൾ നല്ല കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ലാലേട്ടൻ്റെ. പിന്നെ സഹനടന്മാരെ അഭിനയിച്ച സിദ്ദീഖാണെങ്കിലും ബാബുരാജ്, ലാലുലസൊക്കെ നന്നായിട്ടുണ്ട്. അത് അവരൊക്കെ നർമ്മങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു നല്ലൊരു സ്റ്റോറി പാത്ത് ആ പടത്തിന് കിട്ടിയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. സത്യന്തിക്കാടിൻ്റെ ഒരു റേഞ്ച് അനുസരിച്ചിട്ടുള്ള നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ കുറേ ഗ്യാപ്പ് കിട്ടി ചെയ്യുന്ന പടങ്ങളല്ലേ, അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമുക്കൊരു ഒരു നൈസായിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവി നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. സത്യന്തിക്കാടിൻ്റെ ട്രാക്ക് തന്നെയാണ്. പക്ഷെ നമുക്ക് സത്യന്തിക്കാടിന് ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ഒരുപാട് ഗ്യാപ്പ് വിട്ട് ഡയറക്ഷൻ ചെയ്യണമ്പോൾ ഒന്നുകൂടി നന്നായിക്കാമായിരുന്നു എന്ന് തോന്നി. ഒരു സ്റ്റോറി പാത്ത് കിട്ടിയില്ല പടത്തിന്. ആദ്യം വളരെ ചിരിപ്പിച്ചും വളരെ രസിപ്പിച്ചും കൊണ്ടുപോയി. ലാലേട്ടനും സംഗീതം അടിപൊളി കട്ടയ്ക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കോമഡിയും പിന്നെ അല്പം ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തൊരു പടം. മൊത്തത്തിൽ മസ്റ്റ് സാറ്റിസ്ഫൈഡ്. ലാലേട്ടൻ്റെ കരിയറിലൊരു ഹാട്രിക് വിജയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.